ഉണ്ടാന്ന് വെച്ച കാര്യങ്ങളാണ്. പക്ഷെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ അടങ്ങത്തുള്ളെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും. കഴിഞ്ഞ ദിവസം ചിത്ര എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരിയുടെ കമന്റിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര സിമ്പിൾ ആണ്, ബുദ്ധിയുള്ള എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സാറക്കുട്ടിനെ കുറിച്ചാണ്. സാറക്കുട്ടി കുറച്ച് കളിപ്പിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ സാറിനെ കുറിച്ച്, അല്ലെ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ചാനലാണ് സാറുടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവരുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതും യൂട്യൂബിൽ തന്നെയാണ്. ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ചാനൽ തന്നെയാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രെസ് ഒക്കെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഇവരുടെ ചാനൽ വന്നിട്ട് നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. എനിക്ക് പൊതുവെ തോന്നുന്നു കേട്ടോ. കാരണം ഇവരെ വ്ളോഗിങ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആകെ ലോങ് വീഡിയോസ് ഒക്കെ കുറച്ചേ ഉള്ളൂ, പക്ഷെ അത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഷോർട്ട് വീഡിയോസ് ആണെങ്കിൽ ഭയങ്കര രസമാണ്. ആ കിട്ടുന്ന ഒരു 2-3 മിനിറ്റിൽ ആ കുട്ടി പറയാനുള്ളതൊക്കെ പറയും. നമുക്കൊരു നെഗറ്റീവിൽ ഇരിക്കുന്ന ഒരു ടൈമാണെങ്കിൽ നമ്മൾ ആ വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലീഫ് കിട്ടുന്ന രീതിയിലുള്ള വീഡിയോസ് ആണ് ഈ സാറയുടെ. അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടിയുടെ വർത്താനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അവര് ഓരോ ഫുഡ് കഴിക്കുന്ന രീതി, അതേപോലെ തന്നെ അങ്ങനെ പലതും പറയാനായിട്ട് കുറെ ഉണ്ട്. ആ കുട്ടിയുടെ കുറച്ച് വീഡിയോസേ ഉള്ളൂ, പക്ഷെ നല്ല രസമാണ് നമുക്ക് അത് ഓരോന്നും കണ്ടിരിക്കാൻ നേരത്തെ. പിന്നെ എനിക്ക് തോന്നിയിട്ടില്ല ഒരു അഹങ്കാരമുള്ള പെൺകുട്ടിയാണ്. എനിക്ക് ഇതുവരെയായിട്ടും ഞാൻ ആ കുട്ടിയുടെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് ഇതുവരെയായിട്ടും തോന്നിയിട്ടില്ല. അത്രയും ഭയങ്കര എന്താ പറയുക, ഒരു എന്താ പറയുക, ഒരു പ്രത്യേക തരം ഒരു വൈബാണ് ഈ സാറയുടെ വീഡിയോസ് നമുക്ക് കാണാനായിട്ട്. എനിക്ക് എപ്പോഴും കാണാൻ പറ്റാറില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം ഭയങ്കര എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താ പറയുക, നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ആ കുട്ടിയുടെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ. എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയൊരു പോയിന്റ് ഉണ്ടാവും, എന്തെങ്കിലും ഒരു വേർഡ് ആയിരിക്കാം, ചിലപ്പോൾ എന്താ പറയുക, ആ കുട്ടിയുടെ എക്സ്പ്രഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോൾ ആ കുട്ടി ഒരു സീനായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം ആ കുട്ടിയുടെ വീഡിയോയിൽ എപ്പോഴും ഉണ്ടാവും. എനിക്ക് തോന്നിയേക്കുള്ള ഒരു സംഭവം. അപ്പൊ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഈ സാറയുടെ ഒരു വീഡിയോ. ആ വീഡിയോക്കകത്ത് സാറ് കൂടുതൽ ഫുഡിനെ കുറിച്ച് പറയുന്നത്, ഫുഡ് കഴിക്കുന്നതിനെ കുറിച്ച് ഭയങ്കര ഒരു വീഡിയോസ് ആണ് കൂടുതലും, ഷോർട്സ് ആണ് ഈ കുട്ടിയുടെ ചാനൽ കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ ഒരു ഷോർട്സ് നേരത്തെ ഒരാൾ വന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കമന്റ് ഞാൻ ഇവിടെ ഒന്ന് വായിക്കാം കേട്ടോ. ആ കമന്റ് കാണുന്നതിന് മുൻപ് നമുക്ക് ആദ്യം ആ കുട്ടിയുടെ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഈ വീഡിയോക്ക് താഴെയാണ് ആ കുട്ടിക്ക് അങ്ങനെ കമന്റ് വന്നത്. അത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ഈ ചേട്ടനാണ് പോകുന്നേ ഇല്ലായിരുന്നു. എനിക്കാണ് ഇഷ്ടംപോലെ ആഹാരം ഇങ്ങനെ തള്ളി എന്റെ പ്ലേറ്റിന്റെ സൈഡിലോട്ട് നീക്കി തരുന്നുണ്ടായിരുന്നു. ഇതേ പോന്നിക്കരയിൽ ഈ മീൻ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് പറയണം. ഇല്ലെങ്കിൽ ഈ ഫോട്ടോ കാണിച്ചു വാങ്ങിച്ച് കഴിച്ചോണം. നല്ല ബംബ്ലാസ്റ്റിക് മീനാണ്. പിന്നെ എപ്പോഴത്തെ പോലെ ബേസ് ഹാർഡായപ്പം നമ്മുടെ തൈരെടുത്ത് കറക്കി അങ്ങോട്ട് ഒഴിച്ചേച്ച് കൂട്ടിയടിക്കുകയാണ്. ഇനി അണ്ണാക്കോഴി ആമാശത്തിലേക്ക് ഇറങ്ങിപ്പോയി മുത്തെടുക്കണമെങ്കിൽ ഒരു കാന്ന പുറകെ ഇറക്കി എന്നുള്ള സങ്കടത്തിലാണ് ഇത് കടിച്ചു പറിച്ച് കഴിക്കുന്നത്. ഈ വിഷമത്തിലും പിന്നെ ഇതൊക്കെ കാണാനും തിന്നാനും പറ്റുന്നുള്ളതാണ് എന്റെ ഏക ആശ്വാസം. അതിന്റെ ഇടയ്ക്ക് ആണ്ട്രാ ചാച്ചന്റെ ബോളിംഗ്. ഈയിടെയായിട്ട് ഇവന് ഇത് തീറ്റിപ്പണ്ടാരോ എന്ന് എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട്. അതുകൊണ്ട് എന്റെ സൈഡിൽ നിന്ന് മുള്ളിനെ ആത്മാവിനെ അടക്കം ഒരുമിച്ച് തിന്നുകയാണ്. ഇതൊക്കെ ഇറങ്ങിപ്പോയി ഞാൻ കുറച്ച് വെള്ളവും കുടിക്കുന്നുണ്ട്. ഇപ്പൊ കുടിച്ചില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം കൂടെ നെഞ്ചാങ്കുഴി കുരുങ്ങിന്ന് ചത്തേനെ ഞാൻ. പക്ഷെ അതിലൊന്നും നമ്മൾ തളരത്തില്ല. രാമൻകുട്ടി എന്താ നിങ്ങൾക്ക് അറിയില്ല, കാര്യം അന്നമാണ് എന്റെ ഉന്നം, അത് തന്നെ ആയിരിക്കണം നിങ്ങളുടെ ഉന്നം. പിന്നെ ഇത് കണ്ടോ, നിങ്ങൾ ഈ കുട്ടി പറയുന്ന സ്റ്റൈൽ കണ്ടോ? നമ്മള് ഭയങ്കര എന്റർടൈൻമെന്റ് അല്ലേ, തൊണ്ടയുടെ ഡിസ്കോ ഡാൻസ് കളിക്കുക, അതൊക്കെ നമുക്ക് പെട്ടെന്ന് വരുമില്ലല്ലോ. അപ്പൊ അത് എന്താ പറയാ, ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു ചാനലാട്ടോ. അപ്പൊ ആ കുട്ടിയുടെ ഈ വീഡിയോക്ക് താഴെയാണ് ഞാൻ പറഞ്ഞ കമന്റ് വന്നത്. കമന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടിയുടെ വീഡിയോസ് ഒക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. കൂടുതൽ കോമഡീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്, കോമഡികളാണ് കൂടുതൽ. നമുക്ക് ചിരിക്കാനുള്ള ഒരു സംഭവം, അതായത് നമ്മൾ സ്ട്രെസ് റിലീഫ് എന്ന് പറയുമ്പോൾ എന്താ കോമഡിയൊക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഫുഡിന്റെ കൂടുതൽ വീഡിയോസ് ഈ കുട്ടിയുടെ ചാനലിലുണ്ട്, ഷോർട്സിനകത്ത് കൂടുതലുണ്ട്. അപ്പൊ ഒരു ചിത്ര എന്ന് പറഞ്ഞ പുള്ളിക്കാരി വന്നിട്ട്, കാര്യം വീഡിയോസ് എല്ലാം നല്ലതാണേലും കുറച്ച് ഓവറായി വരുന്നുണ്ടോ എന്ന് എനിക്ക് മാത്രമാണോ തോന്നുന്നത്. എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നാൽ ബോറായി തുടങ്ങും ആൾക്കാർക്ക്. എന്റെ മാത്രം ഒരു അഭിപ്രായമാണ്. ഇതിപ്പോ കമന്റ് ബോക്സ് അല്ല, അഭിപ്രായം പറയാലോ അല്ലേ എന്ന രീതിയിൽ ഒരു കമന്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിന് താഴെ നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ സോഷ്യൽ മീഡിയാന്റെ അതിനകത്ത് വീഡിയോസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ നെഗറ്റീവും പോസിറ്റീവ്സും എല്ലാം ഉണ്ടാവും. രണ്ട് ഭാഗത്തുനിന്ന് കമന്റ്സ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നെഗറ്റീവ് കമന്റ് ഇട്ടാലും പോസിറ്റീവ് കമന്റ് ഇട്ടാലും അത് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ചിലപ്പോൾ അതിനിടയിൽ ഒന്ന് കുറെ കമന്റ് ഇടും, അല്ലെങ്കിൽ അവർ ലൈക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഷെയർ അങ്ങനെയൊക്കെ ചെയ്തൊക്കെ പോകും. കമന്റ്സ് ഷെയർ അല്ല, അതിനനുസരിച്ചുള്ള രീതിയിൽ പ്രതികരിക്കും. അങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രതികരിക്കും. അപ്പൊ ഈ കുട്ടി ഇതിനു വേണ്ടി, അതായത് ഈ പറയുന്ന സാറ ഇതിനെതിരെ പ്രതികരിച്ചു. അതായത് സാറയ്ക്ക് ഇത് ഭയങ്കരമായിട്ട് ഫീലായി. അപ്പൊ സാറ അതിനെതിരെ പ്രതികരിച്ചു. അപ്പൊ എനിക്ക് ആ കുട്ടിയുടെ പ്രതികരണത്തിൽ അങ്ങനെ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കാം ആ കുട്ടി പ്രതികരിച്ച് എന്താന്ന് ഉള്ള ഷോർട്ടും കൂടി ഞാൻ എടുത്ത് വെക്കാം. മീറ്റ് വിത്ത് ചിത്ര എസ്. എന്താന്ന് വെച്ചാൽ ആ ചേച്ചി ഒരു കമന്റ് ഇട്ടിരിക്കും, മോളെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഇങ്ങനെ ദിവസം ഇട്ട് കഴിഞ്ഞാൽ ആളുകൾക്ക് ബോറായിട്ട് തോന്നും, ഈയിടെയായിട്ട് മോള് കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെന്ന്. ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറിയപ്പോൾ ഞാൻ ഞെട്ടി. എന്താണെന്നറിയാമോ, ഒരേ ഡ്രസ്സിൽ 10 വീഡിയോ ഒരുപോലെ മിററിലെടുത്ത് വെച്ചിരിക്കുന്ന ചേച്ചി. അപ്പൊ ആരാണ് പറയൂ, ആരാണ്? ചേച്ചി കമന്റ് ആയിട്ട് ഇട്ടോളൂ, ചേച്ചിക്ക് അത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. എന്റെ കമന്റ് ബോക്സിൽ ഇങ്ങനെ വന്ന് പറഞ്ഞ ചേച്ചിയുടെ കാര്യം പറയാൻ അപ്പോൾ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ ചേച്ചി? ഇതൊക്കെ പറയുമ്പോൾ എനിക്ക് വിഷമം വരത്തില്ല ചേച്ചി? ഇപ്പൊ കുഴപ്പമില്ല, ഇച്ചിരി വിഷമം ചേച്ചിക്കും കിട്ടിയില്ലേ? അപ്പൊ ഇതാണ് സാറക്കൊച്ച് ഈ ചിത്രയ്ക്ക് കൊടുത്ത മറുപടി. അതായത് എന്താണോ ഈ പറയുന്ന ചിത്ര പറഞ്ഞത് അതിന് അതേ നാണയത്തിന് സെയിം ദ വേ ആ രീതി തന്നെ ഈ പറയുന്ന സാർ അതിന് തിരിച്ചു കൊടുത്തു അല്ലെ. അതിനകത്ത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കോമഡി, അതും ഒരു കോമഡി തിങ് ആയിട്ട് തന്നെയാണ് ആ കുട്ടി അതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. പക്ഷേ ഇനി അതിനെതിരെ വന്ന കാര്യങ്ങളാണ് നമുക്ക് ഇനി കേൾക്കാനുള്ളത്. അതായത് അതിൽ പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല. ആ കുട്ടി
അതായത് എന്താണ് സാറ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അതായത് ഒരേ രീതിയിൽ ചേച്ചി കുറെ എന്താണ് വീഡിയോസ് പാപ്പെടുത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, ഒരേ ഡ്രസ്സിൽ ഒരേ പോസിൽ എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ആവർത്തന വിരസതയല്ലേ എന്നൊരു ചോദ്യം മാത്രമേ ഇതിൽ സാറ് ചോദിച്ചിട്ടുള്ളൂ. ഇതിൽ പ്രത്യേകിച്ച് എന്താ ഉള്ളത്? സത്യം പറഞ്ഞാൽ നമുക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ആദ്യം എന്താ ശരിയായിരിക്കും പറയണം, അത് അത്രയും ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിനെ വളച്ചൊടിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഒരുത്തന്നെ ഒരു വീഡിയോ ചെയ്തു, അതുകൂടി നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതാണ് സാറ റിപ്ലൈ കൊടുത്ത വീഡിയോ. അപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് അതിന് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിന് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും അല്ലെ, അങ്ങനെ രണ്ട് രീതിയിലുണ്ടാവും. അപ്പൊ കുറെ പേര് ഈ വീഡിയോയിൽ ഇപ്പൊ ഞാൻ ഈ കുട്ടി ഇത് കൊടുത്തപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഒരു ഫണ്ണി എലമെന്റ് ആയിട്ട് എനിക്ക് അത് തോന്നിയത്. ഇനിയിപ്പൊ അത് പ്രത്യേകിച്ച് നന്നായിട്ട് ആ കുട്ടി പറയുന്നില്ല, ഒരേ രൂപത്തില് ഒരേ ഡ്രസ്സില് ഒരേ പോസ് ഒന്ന് ഈ പുള്ളിക്കാരി വീഡിയോ വെച്ചിരിക്കുന്നു, അതെടുത്ത് സാറ പറഞ്ഞിരിക്കുന്നു. ഇത്ര എനിക്കതിന് തോന്നില്ല, ഇതിനകത്ത് വിഷമിക്കാനുള്ളതായിട്ടൊന്നും എനിക്കങ്ങനെ തോന്നില്ല. പക്ഷെ ഈ നമ്മുടെ ഈ വീഡിയോസിൽ ചില കമന്റ്സ് ഒക്കെ വളച്ചൊടിക്കാൻ, ചില കാര്യങ്ങളൊക്കെ വളച്ചൊടിക്കാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ വളച്ചൊടിച്ച് ഒരുത്തരം കാണും. അതുപോലെ തന്നെ പലരും ഇങ്ങനെ പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ സാറയുടെ ഹസ്ബൻഡിനെ ആരോ അതേപോലെ തന്നെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അതായത് സാറയുടെ ഹസ്ബൻഡിനെ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞത് ഈ ചിത്ര എന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരിയുടെ മക്കൾക്ക്, അതായത് +2 അങ്ങനെയുള്ള സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന മക്കളാണ്. അപ്പൊ ആ മക്കൾക്കൊക്കെ ഇപ്പൊ നാണക്കേടായിപ്പോയി, അതായത് ബോഡി ഷെയിം ചെയ്തു, സാറയുടെ വസ്ത്രത്തിനും സാറയുടെ രീതികളൊക്കെ ബോഡി ഷെയിം ചെയ്തു എന്ന രീതിയിൽ എല്ലാവരും കൂടി കളിയാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ആ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് കൊണ്ടെത്തിച്ചു സാറ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന സാറയുടെ ഹസ്ബൻഡ് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അതിനെതിരെ സാറ കുറച്ച് സംസാരിച്ചിട്ടുണ്ട്. അതിനു മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞു, സാറ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ നേരത്ത് അതിപ്പം ആരാണെങ്കിലും നമുക്ക് ഒരുപാട് എന്റെയൊക്കെ വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം, നെഗറ്റീവ് കമന്റ്സിന്റെ പൂരപ്പാട്ട് കാണാൻ പറ്റും. എനിക്ക് ഫേസ്ബുക്കിലൊക്കെ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് കമന്റ്സിന്റെ പൂരപ്പാട്ടായിരിക്കും. അങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് ചിലതൊക്കെ ഉണ്ടാവും. നമ്മുടെ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എന്നിട്ട് ചിലപ്പോൾ നമ്മൾ ചിലപ്പോൾ വെറുതെ ഒരു ഫോട്ടോ ഇട്ടാൽ പോലും അതിന് വരെ ചിലപ്പോൾ നെഗറ്റീവ് കമന്റ്സ് ഇടും. അതായത് ആ ഫോട്ടോ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത കമന്റ്സ് ആയിരിക്കും വന്നിരുന്നത്. അതേപോലെ തന്നെ ചിലർ നമ്മളിങ്ങനെ ടാർഗറ്റ് ചെയ്ത് വെച്ചോണ്ടേയിരിക്കും, നമ്മളെങ്ങനെ ഡിഗ്രേഡ് ചെയ്യണം, നമ്മുടെ മൈൻഡിന് നമ്മൾ തകർക്കണം, നമുക്ക് കൊള്ളണം എന്നൊക്കെ പറഞ്ഞ ഫേക്ക് അക്കൗണ്ട്സ് ചെയ്യുന്നു. ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ചില സമയത്തൊക്കെ എനിക്ക് ദേഷ്യം കയറാൻ നേരത്തെ, അല്ലെങ്കിൽ എനിക്ക് അത് ഒട്ടുപിടിക്കാതെ വരുമ്പോഴത്തേക്കും ഞാനത് ഉറപ്പായിട്ട് ഞാനത് റിപ്ലൈ കൊടുക്കും. അതല്ലെങ്കിൽ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഇഗ്നോർ ചെയ്യും. കമന്റ്സ് വായിക്കുവാണെങ്കിൽ ഞാൻ അതിനെങ്ങനെ ഇഗ്നോർ ചെയ്യും. കാരണം വെച്ച് കഴിയുമ്പോൾ അതൊക്കെ കമന്റ്സിനൊന്നും റിപ്ലൈ കൊടുത്തിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഒരു നോർമലായിട്ട് ഒരു ഫോട്ടോ ഇടുമ്പോഴത്തേക്കും അതിന് വന്നിട്ട് നെഗറ്റീവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിലവാരം എന്താ? നമ്മളൊരു ടോപ്പിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ടോപ്പിക്ക് ചെയ്തിട്ട് ആ ടോപ്പിക്കിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്ന ഭാഗം തെറ്റായതുകൊണ്ടായിരിക്കും നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത്. നമുക്ക് തോന്നിയ നമ്മുടെ കാഴ്ചപ്പാടാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബോധം യുവറ്റകൾക്കൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഒരു ഇഷ്ടപ്പെടാത്ത ഒരു കമന്റ്സ് കാണുവാണെങ്കിൽ ഒട്ടുമിക്ക പേരും ചെയ്യണമെന്ന് വെച്ചാൽ അതങ്ങ് ഡിലീറ്റ് ആക്കി കളഞ്ഞാൽ. പക്ഷെ അങ്ങനെ ഒരു ചെയ്യാറില്ല. കമന്റ് ഇടുന്ന ഒരു കമന്റ് ഇട്ടിട്ട് പോയിക്കോട്ടെ ഞാൻ തന്നെ അങ്ങനെ വിചാരിക്കും. ഇപ്പൊ എന്റെ ഹസ്ബൻഡൊക്കെ ആണെങ്കിലും ഈ വീഡിയോസ് ഒക്കെ കാണുമ്പോഴത്തേക്കും വീഡിയോസിന്റെ കമന്റ്സ് ഒക്കെ പറയുമ്പോൾ നിനക്ക് നെഗറ്റീവ് കമന്റ്സ് കാണുമ്പോൾ ഞാൻ പറഞ്ഞാൽ അത് കുഴപ്പമില്ല. അതായത് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവും വരും പോസിറ്റീവും വരും. പോസിറ്റീവ്സ് നമ്മൾ നല്ല രീതിയിൽ റെസ്പോൺസ് എടുക്കും. അത്ര അശ്ലീല കമന്റ്സ് ആണെങ്കിൽ മാത്രം ഞാൻ നല്ല കൂട്ടുകൊടുക്കും. അതാണ് ഞാൻ ചെയ്യാറുള്ളത്. എന്തായാലും ഇതിനിപ്പോ അതിനൊരു എക്സ്പ്ലനേഷൻ ആയിട്ട് സാറ് വന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. ഉണ്ടാന്ന് വെച്ച കാര്യങ്ങളാണ്. പക്ഷെ എന്നെ കൊണ്ട് ഇത് പറയിപ്പിച്ചേ അടങ്ങത്തുള്ളെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറയാതിരിക്കും. കഴിഞ്ഞ ദിവസം ചിത്ര എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരുടെ കമന്റിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇത്ര സിമ്പിൾ ആണ്, ബുദ്ധിയുള്ള എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവും. എനിക്ക് ഇഷ്ടംപോലെ ബാഡ് കമന്റ്സ് വരാറുണ്ട്, നല്ല കമന്റ്സ് വരാറുണ്ട്. എനിക്ക് മാത്രമല്ല സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും വരാറുണ്ട്. അന്ന് ഞാൻ ആ കമന്റ് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ആ ചേച്ചിയുടെ അക്കൗണ്ട് കയറി നോക്കിയപ്പോൾ ആ ചേച്ചി ഒരേ ഡ്രസ്സിൽ ഒരു 10 വീഡിയോ ഒരുപോലെ ഇട്ടപ്പോൾ ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് ആ ചേച്ചിക്ക് അത് ബോറായിട്ട് തോന്നിയില്ല എന്നുള്ള രീതിയിൽ ഞാൻ ഒരു കമന്റിനെ റിയാക്ട് ചെയ്തു. ഒറ്റ കാര്യമല്ലാതെ ആ ചേച്ചിയുടെ നിറത്തെ പറ്റിയോ സൗന്ദര്യത്തെ പറ്റിയോ ബോഡിയെ പറ്റിയോ ഞാൻ ചിന്തിച്ചിട്ട് കൂടെ ഇല്ല. അങ്ങനെ ചിന്തിക്കാൻ മാത്രം ഞാൻ വലിയ ലെമ്പയോ അല്ലെങ്കിൽ എനിക്ക് വലിയ സൗന്ദര്യമോ വലിയ നിറമോ ഒന്നും ഞാൻ അങ്ങനെ ചിന്തിക്കത്തില്ല. കാരണം ഞാൻ നാളെ മരിച്ചാൽ വെറും പുഴുക്കൾ തിന്ന് തീർക്കാനുള്ളത് തന്നെ, അല്ലെങ്കിൽ ഒരു 3-4 വേറെ കഷ്ണം വെച്ച് അതിന്റെ അകത്ത് അലിഞ്ഞു തീരത്തുള്ളൂ. ഞാൻ അത്രേ ഉള്ളൂ. ഞാനും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ വല്ല മനുഷ്യർ അത്രേ ഉള്ളൂ. ഈ ചിത്ര ചേച്ചിയുടെ കേസ് ഞാൻ പറയാം. ഇവരുടെ ആ വീഡിയോ ഇട്ടതിന് ശേഷം അന്ന് രാത്രി ചാച്ചന ഒരു മെസ്സേജ് വേറൊരു പുള്ളിക്കാരൻ അയക്കുവാണ്, വൈഫിന്റെ അടുത്തൊന്ന് പറയണം ഈ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ. കാരണം ഇവർക്ക് +2 പഠിക്കുന്ന ഒരു മോളുണ്ട്, 2 പെൺകുഞ്ഞുങ്ങളാണ്, അവർക്ക് വെളിയിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത രീതി നാണക്കേടാണെന്ന്. എന്തുകൊണ്ട് ചിത്ര ചേച്ചി എന്റെ കാര്യം ചിന്തിച്ചില്ല? ഞാനൊരു പെൺകുട്ടിയാണ്, എനിക്ക് 23 വയസ്സുള്ളൂ. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കമന്റ് ഇടുമ്പോൾ ചേച്ചി എന്തുകൊണ്ട് ചിന്തിച്ചില്ല എനിക്ക് വിഷമം ഉണ്ടാവും ബാക്കിയുള്ള ആളുകൾ കാണുന്നു? അത്രയ്ക്ക് ചേച്ചിക്ക് എന്നോട് പറയണം. അല്ലെങ്കിൽ എന്നെ അത്ര സ്നേഹമുള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് DM ചെയ്തില്ല? ഞാൻ പറഞ്ഞില്ല, ഞാൻ വളരെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ഞാൻ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. എനിക്ക് ഒന്നാമത് മനസ്സിനൊന്നും ഒരു രീതിയിലും സമാധാനം ഇല്ലാത്ത പെൺകുട്ടിയാണ്. എനിക്കിപ്പം അതെല്ലാം നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റത്തില്ല. അപ്പൊ അത്രയേറെ ഞാൻ സ്ട്രഗിൾ നിൽക്കുമ്പോൾ എനിക്ക് ഏക ആശ്വാസം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ചിരിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഇടാന്നുള്ളത്. ചിലരത് കോമാളിത്തരമായിട്ട് പറയാൻ, ചിലർക്ക് സന്തോഷം തരും, അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ എന്നെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് തന്നെ റിപ്ലൈ ചെയ്യും. അതൊരു തെറ്റാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങൾക്ക് തന്നെ മറ്റുള്ള മനുഷ്യരെ ബോഡി ഷെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരത്തിൽ ഒരു ഇൻഫ്ലുവൻസിംഗ് കപ്പാസിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരുടെ കമന്റ് ബോക്സിൽ പുള്ളിക്കാരത്തിന്റെ നെഗറ്റീവ് കമന്റ് ആണെന്ന് വാദിക്കുന്ന ഒരു കമന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ടേൺ ആൻഡ് ക്രോസ് മില്യൺ വ്യൂവേഴ്സ്.
Only she know that ആ കമന്റ് ഇട്ട വ്യക്തിനെ ഈസി ആയിട്ട് പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ വലിച്ചു കയറി ബോഡി ഷെയ്മിംഗ് ചെയ്യാനായിട്ട് ഇട്ട് കൊടുത്താൽ she will get more attention and she can entertain people. ഈ പേഴ്സണാലിറ്റിയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഈ കമന്റ് ഇട്ട ആളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തേക്ക് ആക്ച്വലി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയാണെന്ന് ഐ ന്യൂ ദാറ്റ്. You made it right. What the confidence? And that you have a man right. എല്ലാ കമന്റിന്റെ താഴെ റിയാക്ട് ചെയ്ത് എന്റെ ഭാര്യനെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വിൽ റിയാക്ട്. Then hold your ഭാര്യ and live with her. ഒരാളിനെ പബ്ലിക്കിന്റെ ഫ്രണ്ടിൽ ബോഡി ഷെയ്മിംഗ് ചെയ്യാനായിട്ട് വലിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്ക് what the satisfaction which you get, guys? It was a plan, right? You know that. ഈ വിരുദ്ധനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ എന്നാത്തിന്റെ കേടാന്ന് ഞാൻ ചോദിക്കുള്ളൂ. ആ പെൺകുച്ച് ആ ചിത്രനെ കുറിച്ച് ഇതിന് മാത്രം എന്താ പറഞ്ഞിരിക്കുന്നത്, എന്ത് ബോഡി ഷെയിം ആ കുട്ടി അതിനകത്ത് ചെയ്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആ കുട്ടിയുടെ ഈ റിപ്ലൈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയോ? അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ദയവേത് നിങ്ങളൊന്ന് എനിക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ഈ വീഡിയോസിന് താഴെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഈ സാറയുടെ വീഡിയോസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാൾ തന്നെ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ സാറയുടെ വീഡിയോസ്. സാറാ ടോക്സ് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇവൻ പറയണ കൂട്ട് ഇവനാ സത്യം പറഞ്ഞ ഈ വിഷയത്തിനെ വളച്ചൊടിച്ചത്. എന്താണ് ഇപ്പൊ സാറ് ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഈ സാറിക്ക് എന്തുമാത്രം വിഷമമായിന്ന് ആ ഒരു, കാരണം ഈ കുട്ടിയുടെ വീഡിയോസ് നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ആ കുട്ടീനെ തന്നെ കൊച്ചാക്കിയിട്ടാണെങ്കിൽ നമ്മളെ ചിരിപ്പിക്കാനായിട്ട് ആ കുട്ടി നോക്കുന്നത്. അതൊരു ഫണ്ണി ലൈക്ക് ഷോർട്സ് ആണ് ആ കുട്ടിയുടെ ചാനൽ കൂടുതലുള്ളത്. അതായത് എന്താ പറയുന്നത്, ആ കുട്ടീനെ വെച്ചിട്ട് തന്നെ എല്ലാവരെയും ഹാപ്പി ആക്കാനാണ് നോക്കണം. നമ്മൾ ആ കുട്ടിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നമ്മുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി ഇല്ലാതെ നമ്മൾ ആ വീഡിയോ കണ്ട് മടങ്ങില്ല എന്നാണ് എനിക്ക് എന്റേതായ പൂർണ്ണ വിശ്വാസം. ഇതുവരെയുള്ള ഞാൻ ഈ കുട്ടിയുടെ വീഡിയോസ് കണ്ടിട്ട് ഇവൻ ആ കുട്ടി റിപ്ലൈ കൊടുത്തത് പോലും ആ ഒരു രീതിയിലാണ് അല്ലെ. എനിക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല. ഇവൻ എന്നാ മണ്ണാങ്കട്ടൊക്കെ വിളിച്ച് പറയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവന് നടക്കെന്തോ കുഴപ്പമെന്നാണ് തോന്നുന്നത് അല്ലെ, എനിക്കങ്ങനെ തോന്നിയത്. അപ്പൊ എന്തായാലും സാറയുടെ ഭാഗത്ത് തെറ്റുകൾ ഉണ്ടായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ പറയുന്ന ഈ ചിത്ര എന്ന് പറഞ്ഞവർ എന്തുദ്ദേശത്തിലാണ് ചിലപ്പോൾ അവർക്ക് തോന്നിയതാക്കാം. ചിലപ്പോൾ വേണമെങ്കിൽ എന്താണ് ഈ സാറ വന്ന് സാറയ്ക്ക് അതായത് സാറ് ഇതുപോലത്തെ ചെറിയ ചെറിയ ഷോർട്സും കാര്യങ്ങളും ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ ഇടുമ്പോഴത്തേനും സാറയുടെ ആ സംസാരത്തിലാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ വീണു പോകുന്നത്. അപ്പൊ ഈ പെൺകുട്ടിക്ക് ഇത്ര പെട്ടെന്ന് റീച്ച് കിട്ടുന്ന വന്നിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ള കുറച്ച് നാളുകൾക്കുള്ളിൽ ഈ കുട്ടിക്ക് ഇങ്ങനെ അതായത് 1-2 മാസത്തിനുള്ളിൽ തന്നെ കുട്ടിക്ക് ഇത്ര റീച്ച് കിട്ടുന്നുള്ളത് കാണുമ്പോഴത്തേക്കും ചിലപ്പോൾ വേണമെങ്കിൽ ഇച്ചിരി കുശുമ്പോ അങ്ങനെ എന്തെങ്കിലും സംതിങ് എന്തെങ്കിലും അറിയത്തില്ല എന്തെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും മേ ബി ഈ പറയുന്ന ചിത്ര കമന്റ് ഇട്ടിരിക്കണം. അല്ലെങ്കിൽ എന്താ പറയണത്, അതല്ലെങ്കിൽ ചിത്രക്ക് തോന്നിയ കാര്യമായിരിക്കും. എന്തായാലും അത് അവരുടെ മൈൻഡാണ്, നമുക്ക് എന്താണെന്ന് അറിയത്തില്ല. പക്ഷെ അതിന് ഇവനെ പോലുള്ളവന്മാർ ഇങ്ങനെ വന്ന് സാറിനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. സാറയുടെ വീഡിയോസ്, സാറയുടെ ഒരു ഹ്യൂജ് ഫാൻ അങ്ങനെയൊന്നുമില്ല. സാറയുടെ വീഡിയോ കാണുന്നവർക്ക് അറിയാം അതൊരു സ്ട്രെസ് റിലീഫ് വീഡിയോസ് ആണ്, ഷോർട്സ് ആണെന്നുള്ള കാര്യം. ഞാൻ അങ്ങനെയാണ് യൂട്യൂബിൽ അത്രയും നല്ല, കാരണം ഇൻസ്റ്റയിലൊന്നും ഞാൻ ഞാൻ അങ്ങനെ ഫോളോ ചെയ്തിരുന്നില്ല. പക്ഷെ എനിക്ക് യൂട്യൂബിൽ എനിക്ക് ഇഷ്ടമാണ്, ഞാൻ കാണാറുണ്ട്. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ സജഷൻ വരുമ്പോഴത്തേക്കും ഞാൻ കാണാറുള്ളതൊക്കെ തന്നെയാണ്. അപ്പൊ ഇതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ യൂട്യൂബിലെയും അതായത് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നെഗറ്റീവ് പോസിറ്റീവ് കമന്റ്സ് വരാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ അതിന് നമ്മൾ റിപ്ലൈ കൊടുക്കേണ്ട കമന്റ്സ് ആണെങ്കിൽ നമ്മൾ അതിന് റിപ്ലൈ കൊടുക്കുക. അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ ഇഗ്നോർ ചെയ്യരുത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അതിന് നമ്മൾ നല്ല മറുപടിനെ കൊടുക്കുക തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ഇതുപോലത്തെ ചീള് കമന്റ്സിനൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇഗ്നോർ ചെയ്യുക. അത്രേ ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് എന്താണ് സാറയുടെ വീഡിയോസിനെ കുറിച്ചും ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമന്റ് ചെയ്തേക്ക്. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.